64 கேஸ் தேவராஜ் மேலேயும் சூர்யா மேலேயும். இங்க உங்களுக்குன்னு ஒரு தனி கோர்ட், தனி போலீஸ், ஒரு தனி ஆட்சி நடத்துறீங்க. உங்களுக்கு என்ன வேணும்? நாங்க என்ன செய்யணும்? കൊണ്ടോട്ടി MLA TP അഷ്റഫലിയുടെ ഒരു മാസ് റീലാണ് ഇപ്പോൾ വൈറലാവുന്നത്. അപ്പോൾ അതുമായി അതിൻ്റെ പ്രതികരണവുമായി അദ്ദേഹം വന്നിട്ടുണ്ട്. ഈ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് സ്കൂൾ കുട്ടികളെയൊക്കെ കണ്ടതിന് ശേഷം RTMVയുടെ ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് RTO കസേരയിൽ കയറിയിരിക്കുന്ന MLA. എന്തായിരിക്കും ഈ ഒരു അവസ്ഥയുടെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്? തെറ്റുപറ്റിപ്പോയി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ തെറ്റുപറ്റാൻ പാടുണ്ടോ? അതിനെ പറയുന്ന റീല് തന്നെയാണ് ഞാൻ കണ്ടതെന്നറിയില്ല. ഈ പോലീസ് ഓഫീസേഴ്സിൻ്റെ അതേ ഡ്രസ്സ് തന്നെയാണ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സിന്, അല്ലേ? ദേ ഓൾസോ ഹാവ് ദ ക്യാപ്പ് ആൻഡ് അതർ തിങ്സ്. അപ്പം ഞാൻ കണ്ട റീലിൽ ഇവരൊക്കെ നിരന്നിങ്ങനെ നിൽക്കുന്നു, ഇദ്ദേഹം നടന്നു വരുമ്പോൾ എല്ലാവരും സല്യൂട്ട് ചെയ്യുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ സിനിമ സ്റ്റൈലിൽ ഉള്ളൊരു റീല് തന്നെയായിരുന്നു. അദ്ദേഹം ഇട്ടിരുന്ന ലൈറ്റ് ബ്ലൂവോ വയലറ്റോ കളറിലെ ഷർട്ടാണ്, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നല്ല വൈറ്റ് ടവല് വിരിച്ച കസേരയിൽ അങ്ങനെ ആസനസ്ഥനാകുന്നു. എല്ലാവരും മുമ്പിൽ ഭവ്യതയോടെ നിൽക്കുന്നു. സിനിമ സീൻ സൂപ്പർ ഡാ എന്ന് പറയണം. സിനിമ ഡയലോഗും ഉണ്ടായിരുന്നു, രജനിയുടെ ആണെന്ന് തോന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പക്ഷെ ആരെയാണ് കുറ്റം പറയേണ്ടതെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. രണ്ട് വശമുണ്ട് ഇതിന്. എന്തിന് ആ ഓഫീസർ എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തിന് സ്വന്തം ഇരിപ്പിടത്തിലിരിക്കാൻ പറയാൻ പാടില്ല. ഒരു ഓഫീസറും തനിക്ക് തന്നിരിക്കുന്ന കസേരയിൽ അദ്ദേഹത്തിന് മാത്രമേ ഇരിക്കാൻ അവകാശമുള്ളൂ. ഇനി എന്തിന് മുഖ്യമന്ത്രി വന്നാൽ പോലും ഒരു കസേര വലിച്ചിട്ട് സ്വന്തം അടുത്തിരിക്കുക, അല്ലെങ്കിൽ തൻ്റെ കസേര ആ ഹെഡ് ടേബിളിൽ നിന്ന് ഇത്തിരി നീക്കിയിട്ട് ഇങ്ങോട്ടേ കയറ്റിയിരുത്തുക, അല്ലെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു സ്ഥാനം കൊടുത്തിട്ട് അവിടെ ഇരുത്തി കാര്യങ്ങൾ സംസാരിക്കുക. അതാണ് ബൈലോസിൽ പറയുന്നത്. പക്ഷേ ഇവരൊക്കെ ചെയ്യുന്നത് എന്താ പറയുന്നത്, എനിക്കുള്ള ബഹുമാനം, തനിക്ക് വന്ന MLAയോടുള്ള ബഹുമാനം കാണിക്കുവാൻ വേണ്ടി ഏത് ലെവലിലേക്കും പോയി എന്നുള്ളതാണ് സത്യം. എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. MLA ആണ് വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വാക്ക്, തൻ്റെ ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിന് തന്നിൽ അപ്രീതി ഉണ്ടാവുകയാണെങ്കിൽ തൻ്റെ കസേര തെറിക്കും. എല്ലാവരും പറയും കാസർഗോഡേക്ക് ട്രാൻസ്ഫർ ആക്കും എന്നാണ് പണ്ട് സിനിമകളിലൊക്കെ സ്ഥിരം കേട്ടിരുന്നത്. ആർക്കെങ്കിലും പണിഷ്മെൻറ്റ് ട്രാൻസ്ഫറിന് കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഉദ്യോഗസ്ഥനാണോ കുറ്റപ്പെടുത്തേണ്ടത്? MLA അദ്ദേഹത്തെ പിടിച്ചു മാറ്റിയല്ല അവിടെ കയറിയിരിക്കുന്നത്. അത് നമ്മൾ റീലിൽ താൻ മാറടോ, ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് MLA പറയുന്നില്ല. അപ്പോൾ MLAയും കുറ്റം പറയാൻ പറ്റുകയില്ല. MLAക്ക് അറിയില്ല അങ്ങനെ ഇരിക്കാൻ പറ്റുമല്ലോ എന്ന്. അദ്ദേഹത്തിനോട് ഇരിക്കൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം അവിടെ ഇരുന്നു എന്നേ ഉള്ളൂ. അദ്ദേഹത്തിനോട് എണീറ്റ് മാറും, ഞാനിവിടെ ഇരിക്കട്ടെ എന്ന് MLA പറഞ്ഞിട്ടില്ല. ഒരു പത്രപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ രണ്ട് വശവും ചിന്തിക്കണം. റീല് കണ്ടു, എനിക്കത് വളരെ ഇഷ്ടമായി കേട്ടോ. ഒരു സിനിമ കാണുന്ന സ്റ്റൈലിലിരുന്ന് കണ്ടു എന്നാണ്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നടന്നു വരികയാണെങ്കിൽ എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ആദ്യമൊക്കെ അറിയാമല്ലോ, VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഓരോ ഫയലും കുത്തിപ്പൊക്കി 10 വർഷവും അതിനു മുമ്പത്തെ LDFൻ്റെ ഭരണകാലത്തും എന്തൊക്കെ കേരളത്തിൽ സംഭവിച്ചു, ആർക്കൊക്കെ നീതി കിട്ടിയിട്ടില്ല, ആ കേസുകളൊക്കെ CBIക്ക് വിടുന്നു. ഭയങ്കരമായിട്ട് ഓരോ മന്ത്രിമാരും മെഴുകുതിരി കത്തിച്ച് വെച്ച്, നമ്മൾ പറയും ബേണിംഗ് ദ മിഡ് നൈറ്റ് ലാമ്പ് എന്ന് പറയും. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ രാത്രി ഇരുന്ന് പഠിക്കുന്നതിനും കാര്യങ്ങൾ നോക്കുന്നതിനൊക്കെയാണ് അത് പറയുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥർക്കും പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ കുത്തിപ്പൊക്കി കൊണ്ടുവരാൻ പറ്റും, അതൊക്കെ നിങ്ങൾ പൊടി തട്ടിയെടുക്കൂ, നമുക്കത് LDFനെതിരെ ആയുധമാക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് നടന്നിരിക്കുന്നത് UDF സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഘടകകക്ഷിയായ ലീഗിൻ്റെ MLA ആണ് ഇത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് എങ്ങനെ ഒരു അന്വേഷണം വരും എന്നുള്ള കാര്യത്തിൽ നമ്മൾ സന്ദേഹം ഉണ്ടാകും. തീർച്ചയായും ഇത് ചട്ടലംഘനമായിട്ട് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ ഇത് ആര് ചട്ടലംഘനമാകുമെന്ന് പറയും? ഉദ്യോഗസ്ഥൻ പറയുമോ? അയാൾക്ക് ജീവന് കൊതിയില്ലേ? അയാൾക്ക് പെൻഷൻ മേടിച്ച് റിട്ടയർ ചെയ്യണ്ടേ? അത് പറഞ്ഞപ്പോഴാണ്, പെൻഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഉദ്യോഗസ്ഥന്മാർ പലരും ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി ഈ MLA അല്ലെങ്കിൽ മന്ത്രിമാർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഈവൻ ചില എന്താ പറയുന്നത് ഏറ്റവും പാർട്ടിയുടെ ഹൈറാർക്കി ലെവലിൽ താഴെ നിൽക്കുന്ന ആൾക്കാർ പോലും ഞാൻ ഇന്ന പാർട്ടിയുടെ ആളാന്ന് ധാർഷ്ട്യത്തോടെ കയറി നിൽക്കുമ്പോൾ അവർ എഴുന്നേറ്റ് ഓച്ചാനിച്ച് നിൽക്കുന്നത് പെൻഷൻ മേടിച്ച് റിട്ടയർ ചെയ്യുമ്പോൾ മുതൽ പെൻഷൻ മേടിക്കണം, പെൻഷൻ തുടർച്ചയായി കിട്ടണം എന്നൊരു പേടി കൊണ്ടാണ്. അത് തന്നെ ഒരു ചൊല്ലന്നുണ്ടല്ലോ, പലരും പേടിപ്പിക്കണം, താൻ പെൻഷൻ മേടിക്കില്ലടോ. എത്രയോ ഓഫീസർമാരുണ്ട് 4-5 വർഷമായിട്ട് റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ കിട്ടാത്ത അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് പെൻഷൻ കിട്ടാത്ത എത്രയോ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അവരുടെ ഒരു കണക്കെടുക്കുക. നമുക്ക് സതീശൻജിയോട് പറയാം,
അവരൊരു കണക്കെടുക്കൂ. എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥന്മാരുടെ പെൻഷൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കട്ടെ. എത്ര ഉദ്യോഗസ്ഥന്മാർ കേരളത്തിൽ അങ്ങനെ ഉണ്ടെന്നിട്ട് എന്നെ ഒന്ന് അറിയിക്കൂ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എനിക്കൊന്ന് ഇടൂ. നിങ്ങൾക്ക് പെൻഷൻ കിട്ടിയിട്ടുണ്ടോ? പെൻഷൻ മുടങ്ങാൻ എന്താണ് കാരണം എന്ന് നിങ്ങൾ കരുതുന്നു അയക്കും. ഞാനൊരു റൈറ്റ് ടു ഇൻഫർമേഷൻ വെച്ച് നോക്കാം. ശരിയല്ലേ? അത് പേടിച്ചിട്ടാണ് പല ഉദ്യോഗസ്ഥന്മാരും പഞ്ചപുച്ഛമടക്കി MLA മാന്യ വ്യക്തി വന്നിരിക്കൂ, ഉപവിഷ്ടനായാലും മാല കൊടുക്കുന്നു, ചായ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, പൊതുജനങ്ങൾ വരുമ്പോൾ കടക്കൂ പുറത്തെന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ എന്തിന് ഈ MLAയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണം? അദ്ദേഹം ഒരു മന്ത്രിയൊന്നുമല്ല, ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പ്രതിനിധിയാണ്. ജനങ്ങൾ ഇരിക്കേണ്ട കസേരയിൽ തന്നെയാണ് അദ്ദേഹം ഇരിക്കേണ്ടത്. ഞാൻ ഉദ്യോഗസ്ഥനെ കുറ്റം പറയില്ല, ആദരാ, ഐ വിൽ നോട്ട്. മന്ത്രിയാണ് അതിൻ്റെ സമയോചിതമായ കാര്യമായിട്ട് കണ്ട് ഞാൻ ഈ കസേരയിൽ ഇരുന്നോളാം. ജനപ്രതിനിധിയാണ്, ജനങ്ങളിരിക്കുന്ന കസേരയിൽ ഞാൻ ഇരുന്നോളാം എന്ന് പറയേണ്ടത് മന്ത്രിയാണ്. മന്ത്രി അത് ചെയ്തില്ലെങ്കിൽ, അല്ല MLA ആണ് പറയേണ്ടിയിരുന്നത്. MLA അത് ചെയ്തില്ലെങ്കിൽ അതിന് തക്കതായ നടപടി അല്ലെങ്കിൽ ആരെങ്കിലും അദ്ദേഹത്തിന് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പീക്കർ പറയണം, നോക്കൂ ഇങ്ങനെയൊരു താങ്കളെക്കുറിച്ചൊരു പരാതി വന്നിട്ടുണ്ട്, ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. അദ്ദേഹം ആദ്യമായിട്ട് MLA 50,000 വോട്ടോ ഇതിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നിരിക്കുന്ന ആൾ അത്രമാത്രം ജനസമ്മതനാണ്, ജനപ്രിയനാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം അറിഞ്ഞു ചെയ്തതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മൾ എല്ലാത്തിനും കയറി കുറ്റം കാണാൻ പാടില്ലല്ലോ. ആദ്യമായിട്ട് MLA ആയിരിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രവേശനോത്സവത്തിന് ഏട്ടൻ MLA എന്നൊരു പരിവേഷമായിരുന്നു അന്ന് വാർത്താ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടനൊന്നുമല്ല, കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഏട്ടന്റെ പ്രായമൊന്നുമല്ല. അല്ല, ഏട്ടൻ MLA അങ്ങനെ ഒരു ട്രെൻഡിങ് ആയിരുന്നു വന്നത്. അതിനുശേഷം പിന്നീട് വരുന്ന റീലാണിത്. തനിയ ഒരു പോലീസ്, തനിയ ഒരു സേന, ഇതാണ് ഡയലോഗ് പറയുന്നത് ആ ഒരു റീലില്. അല്ല, അത് അതിനെ നമുക്ക് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറിയില്ലാണ്ട് ചെയ്തതായിരിക്കും. ഇനി അദ്ദേഹം അത് ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ ഉദ്യോഗസ്ഥരും കുറച്ച് ഡിലിജൻ്റ് ആവണം. തങ്ങളുടെ കസേര ഉറപ്പാക്കേണ്ടത് അവരുടെ കൂടെ കടമയാണ്, അല്ലേ? ന്യായമായ കാര്യങ്ങൾ എന്ത് ചെയ്താലും ജനം അതിനോടൊപ്പം തന്നെ നിൽക്കും. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന കസേരയിൽ അദ്ദേഹം അല്ലാണ്ട് വേറെ ആരെങ്കിലും കയറ്റിയിരുത്തുവോ? പിന്നെ ഒരു ചൊല്ലുണ്ട്, ഇതിവിടെ ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയില്ല, സന്ദർഭമായി ചേരുമോ എന്നറിയില്ല, എന്നാലും അല്പന അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കൊട പിടിക്കും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ആദ്യമായിട്ട് MLA ആയതാണ്, പുതുമോടിയാണ്. അപ്പോൾ ഏതൊക്കെ കസേരയിൽ ഇരിക്കണം, കസേരയിൽ ഇരിക്കരുതെന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇരിക്കൂ, സല്യൂട്ട് കിട്ടുന്നു, ആൾക്കാർ ഭയഭക്തി ബഹുമാനത്തോടെ. പിന്നെ ഞാൻ ഇതൊന്നും കണ്ടില്ല കേട്ടോ, പുഷ്പാലങ്കൃതമായ ഇതൊന്നും കണ്ടില്ല, പുഷ്പം തെളിച്ചിട്ട് വരുന്നതൊന്നും കണ്ടില്ല. അതൊരു ഭാഗ്യം. കുറച്ച് ഡീവേറ്റ് ചെയ്ത് പറയട്ടെ, കാഫിർ ഷോട്ടാണല്ലോ ഇപ്പോൾ വലിയ വിവാദമായിട്ട് നിൽക്കുന്നത്. കാഫിർ സ്ക്രീൻഷോട്ട്. ആതിരക്കുട്ടി, ഞാൻ കാണുകയാണ്, ശൈലജ ടീച്ചറാണ് പോകുന്നത്, കുട്ടികൾ പുഷ്പം ഇങ്ങനെ റോഡിലിങ്ങനെ വിതറി ആനയിച്ചു കൊണ്ടുപോകുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പുഷ്പവൃഷ്ടിയോടെ സ്വീകരിച്ച് കൊച്ചു കുട്ടികളിങ്ങനെ കൊണ്ടുപോകുന്നു. എന്താണ് ആ യുവ മനസ്സിൽ അവരുണ്ടാക്കുന്നത്? അങ്ങനെ ആദരിച്ചു കൊണ്ടുപോകേണ്ടവരാണോ കമ്മ്യൂണിസ്റ്റുകാർ? അവർ ഈ താരാരാധനയിൽ വിശ്വസിക്കുന്നുണ്ടോ? താരപരിവേഷത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ദൈവികമായ ദൈവത്തിനെയാണ് നമ്മൾ പുഷ്പാർച്ചന നടത്തി കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലേ? ആ ശൈലജ ടീച്ചർ ഇങ്ങനെ നടന്ന് വരിക, ഇനിയും വിതറൂ എന്ന് പറഞ്ഞ് സ്ക്രീൻഷോട്ടിനോടൊപ്പം ഇന്നലെ ഒരു നാഷണൽ മീഡിയ ചാനലിൽ ഞാൻ കണ്ടതാണ്. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ മീഡിയയിൽ നടക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികളെ കൊണ്ട് പുഷ്പവൃഷ്ടി നടത്തി നടന്നു പോകുന്ന ശൈലജ ടീച്ചർ. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഒരു ജനപ്രതിനിധി എന്ന തോന്നൽ ഇവർക്ക് ഉണ്ടാകുന്നില്ല. ഞങ്ങളെന്തോ മഹാകക്ഷികളായി, ഞങ്ങളിനി എല്ലാവരാലും ആരാധിക്കേണ്ടവരാണ് എന്ന തോന്നലുകൾ ജനപ്രതിനിധികൾക്ക് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയായാൽ തന്നെ ഉണ്ടാകുന്നു, അല്ലേ? ഇവരൊരു സ്ഥാനാർത്ഥി മാത്രമായിരുന്നു ശൈലജ, തോറ്റു തുന്നമ്പാടി. MP-യുടെ ഇലക്ഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അവർ തോറ്റു തുന്നം പാടിയിട്ടും സ്ഥാനാർത്ഥിയായി ആവുമ്പോൾ തന്നെ കിട്ടുന്ന താരപരിവേഷം തന്നെ അവരെ മത്ത് പിടിപ്പിക്കുകയാണ്. സ്ഥാനാർത്ഥികൾ, ഞാൻ ശൈലജ ടീച്ചറുടെ കാര്യം മാത്രമല്ല പറയുന്നത്, എല്ലാ സ്ഥാനാർത്ഥികളുടെയും കാര്യം പറയുകയാണ്, എല്ലാ പാർട്ടിയുടെയും. അവർക്കതിലെന്താണ് ഉന്മാദമോ ആവേശമോ, ഞങ്ങളെന്തോ വേറെ പ്ലാനറ്റിൽ നിന്ന് വന്ന ആൾക്കാരോ ദേവന്മാരോ ദേവികളോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാകുന്നു. അപ്പോൾ ഈ MLA
കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടാവും. ആദ്യമായി ചെയ്ത ഒരു വീഴ്ചയാണെന്ന് തന്നെ നമുക്ക് കണക്കാക്കാം. നമ്മളങ്ങനെ ബ്ലാങ്കറ്റായിട്ട് പറയില്ല. ഇപ്പോൾ എല്ലാവരും ഒരു ഹണിമൂൺ പീരീഡിലാണല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു തിരക്കിലാണ്. CPM-കാർ കോൺഗ്രസ്സുകാരുടെയും, കോൺഗ്രസ്സുകാർ UDF-ൻ്റെ, കോൺഗ്രസ്സുകാർ LDF-ൻ്റെയും, LDF UDF-ൻ്റെയും ഒക്കെ കുറ്റം കണ്ടുപിടിക്കാനുള്ള ഒരു നെട്ടോട്ടത്തിലാണ്. തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ അടങ്ങിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ ജനപ്രതിനിധികൾ മാത്രമാണ്, ജനങ്ങളിൽ ഒരാളാണ്, ജനങ്ങളുടെ ശബ്ദമാകുവാൻ വേണ്ടിയാണ് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അല്ലാണ്ട് അവരുടെ മുകളിൽ കയറിയിരുന്ന് ഭരിക്കാനോ ചക്രവർത്തിയാകാനോ വേണ്ടിയല്ല എന്ന് ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായിക്കോളൂ. ഇതൊക്കെ ഒരു പുതുമോടിയല്ലേ, നമുക്കത് അങ്ങനെ തന്നെ മാറ്റി നിർത്താം. പ്രിയമുള്ളവരെ, നമ്മുടെ ചാനൽ ഒരുപാട് പേർ കാണുന്നുണ്ട്. കാണുന്നവരോടെല്ലാം നമുക്ക് വലിയ സ്നേഹവുമുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനലിനെ കുറിച്ച് ഒരുപാട് പേരോട് പറയുന്നുമുണ്ട്. പക്ഷേ ഒരു കാര്യം, നമ്മൾ കാണുന്നവരുടെ എണ്ണം അനുസരിച്ച് ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ കൂടുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? നമ്മൾ കണ്ടിട്ട് അങ്ങ് പെട്ടെന്ന് തിരിച്ചു പോവുക. പക്ഷേ കണ്ടതിന് ശേഷം ഒരു നിമിഷം നിൽക്കുക. നമ്മുടെ ചാനലിൻ്റെ IND എന്ന് പറയുന്ന ലോഗോ ഇല്ലേ, അവിടെ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ ഫീഡ് തുറന്നു വരും. അവിടെ സബ്സ്ക്രൈബ് എന്നൊരു നീല നിറത്തിലുള്ള ബാറുണ്ട്. അവിടെ ജസ്റ്റ് ഒന്ന് തൊടുക. തൊട്ടടുത്തൊരു മണിയുടെ ചിത്രമുണ്ട്, ബെല്ലൈക്കൺ. അവിടെ ഒന്ന് തൊട്ടാൽ നിങ്ങൾക്ക് നമ്മുടെ എല്ലാ വീഡിയോകളും കാണാനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടും. മാത്രമല്ല ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറായി മാറുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് വലിയ സഹായമായിരിക്കും. ഉറപ്പായിട്ടും അത് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്യണേ.